That is why occasions like this are so important. Among the thousands gathered here today may be future Olympians, Asian Games champions. That is why occasions like this are so important. Among the thousands gathered here today may be future Olympians, Asian Games champions. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. തിരുവനന്തപുരത്തെ ചരിത്രം കുറിച്ചുകൊണ്ട് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ, 40,000 ആളുകൾ പങ്കെടുത്ത അത്ഭുത മുഹൂർത്തം. The future of Indian sport. Olympic Day is celebrated across the world every year on 23rd June. It reminds us that sport is 2026 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ജനപങ്കാളിത്തം കൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയം വരെ എത്തി സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000 ആളുകൾ പങ്കെടുത്തത് അത്ഭുതമുളവാക്കുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിന് കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രി മൻസുഖ് മാണ്ഡവ്, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, തിരുവനന്തപുരം നഗരസഭ മേയർ വി രാജേഷ്, കേരള കായിക യുവജന ക്ഷേമ മന്ത്രി OJ ജനീഷ് കുമാർ, മന്ത്രിമാരായ റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, T സിദ്ദീഖ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, MLA വി മുരളീധരൻ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS, കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്നാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന സർക്കാർ എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന പ്രചാരണത്തിന്റെ ഭാഗമായി ഈ ചരിത്രപരമായ കായിക മാമാങ്കം തലസ്ഥാനത്ത് ഒരുക്കിയത്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ വിനോദ് തിവാരി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ, ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ മനാമി ഒക്കുമുറ, യോഷിയാക്കി തഗുച്ചി, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, സെക്രട്ടറി ജനറൽ S രാജീവ്, മറ്റ് IOA ഭാരവാഹികളും ഫണ്ട് റണ്ണിൽ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ PR ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, P രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവിയർ എന്നിവരും ഇതിൽ അണിനിരന്നു. ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ കേരളത്തിന് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കേരളത്തിന്റെ ശക്തമായ കായിക സംസ്കാരത്തെയും ജനപങ്കാളിത്തെയും അദ്ദേഹം പ്രശംസിച്ചു. കായിക താരങ്ങളുടെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് സംസാരിക്കവേ ഖേലോ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ 69 വനിതകൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 115 കായിക താരങ്ങൾക്ക് നിലവിൽ പിന്തുണ നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ സംസ്ഥാനത്ത് നിന്നുള്ള 17 കായിക താരങ്ങൾ ടാർഗറ്റ് ഒളിമ്പിക് സ്റ്റേഡിയം സ്കീമിന്റെ ഭാഗമായി ലോകോത്തര പരിശീലനം സഹായവും കൈപ്പറ്റുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, കരാട്ടെ വിദ്യാർത്ഥികൾ, വിവിധ കായിക സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർ അണിനിരന്ന ഫണ്ട് തികച്ചും ഉത്സവപ്രതി ജയിപ്പിക്കുന്നതായിരുന്നു. Games 2026. The Asian Games Asia and the celebration of the talent, diversity and unity of our continent. In a few months, ഇന്ത്യൻ ആർമി ബാൻഡിന്റെ പ്രകടനം, സൂംബ സെഷനുകൾ, ബോഡി ബിൽഡിംഗ് പ്രകടനം, യോഗ, ജിംനാസ്റ്റിക്, കരാട്ടെ താരങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ചടങ്ങിനെ മാറ്റുകൂട്ടി. ഇന്ത്യയുടെ കായിക മേഖലയിലെ വൻ കുതിപ്പിനെ കുറിച്ച് സംസാരിച്ച് കായിക മന്ത്രി 2030 കോമൺവെൽത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം ഇന്ത്യ സ്വന്തമാക്കിയതായും 2036 ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാനുള്ള ബിഡ് സമർപ്പിച്ചതായും അറിയിച്ചു. 2036 ഇന്ത്യയെ ലോകത്തെ മികച്ച 10 കായിക രാജ്യങ്ങളിൽ ഒന്നായും 2047 മികച്ച 5 രാജ്യങ്ങളിൽ ഒന്നായും മാറ്റാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫണ്ട് റണ്ണിൽ പങ്കെടുത്ത് യുവതലമുറയെ കാണുമ്പോൾ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷ തോന്നുന്നതായും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ പറഞ്ഞു. ഇവിടെ നിന്നും ഭാവിയിൽ ഒളിമ്പ്യന്മാരും കായിക താരങ്ങളും ചാമ്പ്യന്മാരും ഉഷ പറഞ്ഞു. രാജ്യം ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഈ സമയത്ത് കായിക താരങ്ങളെയും കായിക മേഖലയെയും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ഇത് കേവലം ഒരു ഫണ്ട് റൺ അല്ല എന്നും രാജ്യത്തിനും കായിക മേഖലയ്ക്കും വേണ്ടിയുള്ള റൺ ആണ് എന്നും ഗവർണർ പറഞ്ഞു.
കേരളത്തിലെ കായിക പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന് നെഞ്ചിലേറ്റിയ പരിപാടിയാണ് ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീണത്. വിദ്യാർത്ഥികൾ, പരിശീലകർ, NCC കേഡറ്റുകൾ, കരാട്ടെ പെർഫോമർമാർ, സായുധ സേനാംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവർ അണിനിരന്ന ഫൺ റൺ ഇന്ത്യയിലെ മുൻനിര കായിക സംസ്ഥാനമെന്ന കേരളത്തിന്റെ പദവി ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. ആരോഗ്യ സംരക്ഷണം, കായികക്ഷമത, കായിക മനോഭാവം, യുവജന പങ്കാളിത്തം എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശവുമായിട്ടാണ് പരിപാടി സമാപിച്ചത്. ഇതിനോടൊപ്പം അഭിമാനകരമാണ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ കേരള കരാട്ടെ അസോസിയേഷന്റെ ജില്ലാ സംഘടനയായ സ്കാറ്റിന്റെ കീഴിൽ 2000-ലധികം കരാട്ടെ പരിശീലകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു എന്ന അതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. നല്ല അച്ചടക്കത്തോടുകൂടി ഈ റാലിയിൽ ആദ്യ അവസാനം കരാട്ടക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രശംസ പിടിച്ചുപറ്റുന്നതാണ്. മഴയുടെയും വെയിലിന്റെയും ശക്തമായ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ സമാധാനമായ നിലയിലാണ് 40,000-ഓളം വരുന്ന ഈ ആളുകൾ റാലിയിൽ പങ്കെടുത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിച്ചത്. എന്തായാലും നല്ലൊരു മാറ്റത്തിന് തുടക്കമായി ഇത് മാറട്ടെ എന്ന് മലയാള ജനതാ ന്യൂസും ആശിക്കുന്നു. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം. അത് 2000-ഓളം കരാട്ടെ വിദ്യാർത്ഥികളാണ് ഈ ഒരു ഗെയിംസിൽ, അഥവാ ഈ ഒരു ഗെയിംസിൽ ഭാഗമായിട്ടുള്ള ഈ ഒരു യാത്രയിൽ, ഈ റാലിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് സ്കാറ്റിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ഏതാണ്ട് 2000-ഓളം വിദ്യാർത്ഥികളാണ് എത്തിയിട്ടുള്ളത്. കൂടാതെ അവരുടെ കോച്ചസ്മാരും മാസ്റ്റർമാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കരാട്ടെ വിദ്യാർത്ഥികളും എത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ കരാട്ടയുടെ ഭാഗമായി 2000-ലധികം വിദ്യാർത്ഥികളാണ്. ഇത് ഇന്റർനാഷണൽ കരാട്ടയുടെ വിദ്യാർത്ഥികൾ ഇവിടെയല്ല. ഈ 2000-ലധികം വിദ്യാർത്ഥി ഭാഗമായി എന്നാലും ഈ ലൈവ് എവിടെയൊന്നോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് റാലി ആരംഭിക്കും. എന്നാൽ ഈ റാലി ഇവിടെ അവസാനിക്കുകയാണ്. റാലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നേരെ സെൻട്രൽ സ്റ്റേഡിയം വരെയാണ് ഈ റാലി പോവുക. അതിലേക്ക് നിങ്ങൾക്കുണ്ടാവും ഈ ലൈവ് നിങ്ങൾക്ക് ഇതും ഷെയർ ചെയ്യാം. എന്നാലും വളരെ ആവശ്യത്തോടു കൂടിയാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസ് ശുഭ്രോച്ച നടക്കുന്നതിനെ ഉറ്റുനോക്കുന്നത്. അത് ആഹ്ലാദത്തോടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കരാട്ടയ്ക്കും ഈ 2000-ഓളം വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ 2000-ഓളം കരാട്ടെ ആൾക്കാരെ ഇതിൽ ഉൾക്കൊള്ളിച്ചത്. എന്തായാലും ഇതിലെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിലേക്ക് ഒരുങ്ങുകയാണ്. വളരെ ആവശ്യത്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ തലസ്ഥാന നഗരി ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഈ ലൈവ് വൈൻഡപ്പാണ്. തൽക്കാലം നമുക്കത് റാലി എനിക്കും എന്റെ കുട്ടികളോടൊപ്പം പോകേണ്ടതുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് PT ഉഷയാണ് ഇപ്പോൾ സംസാരിച്ചത്. എന്നാലും വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തൽക്കാലം ഇവിടെ ലൈവ് വൈൻഡപ്പാണ്.